ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ് ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു ഹത്താ തകൂന മിസ്ലുൽ ജബൽ. ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹ ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല മാർഗേണ സമ്പാദിച്ചതിൽ നിന്നും ഒരു കാരക്കക്ക് സമാനമായ എന്തെങ്കിലും സദക്ക ദാനധർമ്മം ചെയ്താൽ അത് അള്ളാഹു നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ, ദാനധർമ്മം ചെയ്താൽ അള്ളാഹു തൻ്റെ വലത് കരം കൊണ്ട് അതിനെ സ്വീകരിക്കുകയും പിന്നീട് അതിനെ വളർത്തി പരിപോഷിപ്പിക്കുകയും ചെയ്യും. എപ്രകാരം എന്നാൽ, നിങ്ങളിലൊരാൾ ഒരു കുതിരയുടെ കുഞ്ഞിനെ വളർത്തി വലുതാക്കി വലിയ ഒത്ത കുതിരയാക്കി വളർത്തും പോലെ, അതുപോലെ അള്ളാഹു ആ ദാനധർമ്മത്തെ വളർത്തി ഒരു പർവ്വതം പോലെ ആക്കി തീർക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ധനം തികച്ചും ഹലാലായ മാർഗേണ സമ്പാദിച്ചതായിരിക്കണം. ഇപ്പോൾ കള്ളക്കടത്ത്, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, കൈക്കൂലി, അതുപോലെ പലിശ പണം, ലോട്ടറി, സ്ത്രീധനം, ഇങ്ങനെയുള്ള നിഷിദ്ധമായ ധനത്തിൽ നിന്ന് ചിലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. സല്ലല്ലാഹു മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, വസ്സദഖ തുത്ഫിഉൽ ഖതീഅ കമാ തുത്ഫിഉൽ മാഉൻ നാർ. നിങ്ങളുടെ വേറെ ഹദീസ് പറയുന്നുണ്ട്, മാമിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളിലൊരാളോടും അള്ളാഹു നേരിട്ട് സംസാരിക്കാതിരിക്കുകയില്ല, ഒരു ദ്വിഭാഷിയും ഇല്ലാതെ, ദ്വിഭാഷിയുടെയും സഹായമില്ലാതെ. ആ ഘട്ടത്തിൽ അവൻ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും. അപ്പോൾ അവിടെ താൻ ചെയ്ത കർമ്മങ്ങൾ ആയിരിക്കും അവൻ കാണുക. ഇടത്തോട്ട് നോക്കും, അവിടെയും തൻ്റെ കർമ്മങ്ങൾ. ഈ മുമ്പിലേക്ക് നോക്കുമ്പോഴോ, അപ്പോൾ അവൻ കാണുന്നത് നരകവുമായിരിക്കും. അതുകൊണ്ട് ഫത്തക്കുന്നാറ വലവ് ബിഷിക്ക് തമ്ര, അതിനാലൊരു കാരക്കച്ചീട് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുണ്ടായി. കുല്ലുംരിഇൻ ഫീ ദില്ലി സദഖത്തിഹി ഹത്താ യഖ്ദിയ ബൈനന്നാസ്. നാളെ പരലോകത്ത് മഹ്ശർ മൈതാനിൽ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സുദീർഘമായ ഒരു കാലഘട്ടമുണ്ട്. അത് എത്ര നാളായിരിക്കുമെന്ന് പടച്ചവനെ അറിയുകയുള്ളൂ. അപ്പോൾ ആ നീണ്ട കാലഘട്ടം ഒക്കെ സദക്കയുടെ തണലിലായിരിക്കും. അതായത് സദക്ക നൽകിയവർക്ക്, ദാനധർമ്മങ്ങൾ നൽകിയവർക്ക് പ്രത്യേകം തണൽ വിരിച്ചു കൊടുക്കും. അതുപോലെ ഹദീസിന് സദൻ പറഞ്ഞു, ദാവോ മർദാക്കും ബി സദക്ക, ദാനധർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾ ഭേദമാക്കുക. അതായത് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് എന്നർത്ഥം. ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ആലി ഇംറാനിൽ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങളൊരിക്കലും പുണ്യം കരസ്ഥമാക്കുകയില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ധനത്തിൽ നിന്ന് ചിലവഴിക്കുന്നത് വരേക്കും. അപ്പോൾ ദാനധർമ്മങ്ങൾ ധനത്തിലും അതേപോലെ ഭക്ഷ്യവിഭവങ്ങളിലൊക്കെ വർധനവുണ്ടാക്കുന്നതാണ്. നക്കസത്ത് സദക്കത്തുൻ മിൻ മാൽ, ധനത്തിൽ സദക്ക നൽകുന്നതിലൂടെ ഒരിക്കലും ഒരു കുറവും വരികയില്ല, മറിച്ചത് അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ. ഒരാളുടെ ധനത്തിൽ അയാൾ ദാനം ചെയ്യുന്നത് മാത്രമേ പരലോകത്ത് അവശേഷിക്കുകയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോവുകയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു, ഇനി അതിലെന്തെങ്കിലും ബാക്കിയുണ്ടോ? അപ്പോൾ ആയിഷ പറഞ്ഞു,
ആടിൻ്റെ ഒരു കൈയുടെ ഒരു ഭാഗം മാത്രം ബാക്കിയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബഖിയ കുല്ലുഹ ഗൈറ കത്തിഫിഹ. എല്ലാം ബാക്കിയായി അതിൻ്റെ ആ കൈഭാഗം ഒഴിച്ച്, അതായത് ദാനം ചെയ്തതൊക്കെ പ്രതിഫലത്തിന് അർഹമായിട്ടുണ്ട്, ആ അവശേഷിച്ച ഒഴികെ എന്നർത്ഥം. അപ്പോൾ ദാനധർമ്മങ്ങൾ അള്ളാഹുവിന് കൊടുക്കുന്ന കടമായിട്ടാണ് അള്ളാഹു കണക്കാക്കുന്നത്. അഥവാ അത് ഇരട്ടിക്കിരട്ടിയായിട്ട് നമുക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്യും. മൻദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അള്ളാഹുവിന് ഏറ്റവും നല്ല ഉത്തമമായ കടം കൊടുക്കാൻ തയ്യാറുള്ളവൻ ആരാണ്? അവന് നാം ഇരട്ടിക്കിരട്ടിയായിട്ട് അത് വർദ്ധിപ്പിച്ചു കൊടുക്കും.